الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وأن تعفوا أقرب للتقوى ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ ദീനിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരായ നമ്മുടെ ഭാവി എത്രയാണ് എന്ന് പ്രവചിക്കാൻ നമുക്കാവില്ല. കഴിഞ്ഞുപോയതാകട്ടെ കഴിഞ്ഞു പോവുകയും ചെയ്തു. ഉള്ള അനുഗ്രഹങ്ങളിൽ റബ്ബിന് ശുക്ർ ചെയ്തും ഹലാലുകൾ ആസ്വദിച്ചും പടച്ച റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ജീവിതത്തെ ഒഴിഞ്ഞുവെച്ച് മുന്നോട്ടു പോകാൻ പരിശ്രമിക്കുകയാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. പക്ഷേ ആശങ്കകളാണ്, ആധികളാണ്, വിഷമങ്ങളാണ് എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ശാരീരികമായി, സാമ്പത്തികമായി, കുടുംബപരമായി, മറ്റ് സാമൂഹികമായി നിരവധി പ്രശ്നങ്ങൾ ഉള്ളതിൽ തൃപ്തിപ്പെട്ടും ആസ്വാദനം കണ്ടെത്തിയും ജീവിക്കുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞുവെക്കുകയാണ്. ഭൂരിഭാഗം ആളുകളുടെയും എന്നല്ല ഒട്ടുമിക്ക ആളുകളെയും അവരുടെ കഴിഞ്ഞുപോയ കാലഘട്ടമാണ് മതിക്കുന്നത്. അവരുടെ സ്വന്തം ജീവിതത്തിൽ സംഭവിച്ച നഷ്ടകഷ്ടങ്ങളും വീഴ്ചകളും അതിലോർത്തു അതിനെക്കുറിച്ച് ചിന്തിച്ച് അവരുടെ കാലം തീർന്നു പോവുകയാണ്. മറ്റുള്ളവരുടെ വാക്കുകളും അവരുടെ അപക്വമായ പ്രവർത്തനങ്ങളും അവർ നമ്മളോട് ചെയ്തു തീർത്ത വെറുപ്പുളവാക്കുന്നതായിട്ടുള്ള സ്വഭാവ ദൂഷ്യങ്ങളും ഇപ്പോഴും മനസ്സിലിട്ട് നീറിപ്പുകയുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കവരുടെ മക്കളെ, അവരുടെ ഭക്ഷണത്തെ, അവരുടെ വസ്ത്രത്തെ, പടച്ചറബ് അവർക്ക് നൽകിയ നിഅമത്തിനെ ഒന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ആസ്വദിക്കാനുള്ള അവസ്ഥ പോലും ലഭിക്കാതെ സദാസമയം അപരർ തങ്ങളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളെക്കുറിച്ച് ഓർത്ത് നീറിപ്പുകയുന്ന അവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ. ചിലർ മാരകമായ നിലക്കുള്ള ശത്രുതയും
മറ്റുള്ളവരോടുള്ള വിദ്വേഷവും പകയും വെച്ചു പുലർത്തി പിണക്കത്തിലും അകൽച്ചയിലും പരസ്പരമുള്ള യുദ്ധത്തിലുമായി കഴിച്ചുകൂട്ടുന്ന ആളുകളുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസ്. 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ ഒരു മുസ്ലിമിന് അനുവാദമില്ല. ആരെങ്കിലും 3 ദിവസത്തിൽ മുകളിൽ പിണങ്ങി നിന്ന് അവൻ അങ്ങനെ മരണപ്പെട്ടാൽ ദഖലൻ നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമുക്ക് ആശ്വാസവും നമ്മുടെ ബന്ധങ്ങളിൽ ഊഷ്മളതയും നിലനിൽപ്പും ലഭിക്കാനുള്ള വഴി എന്താണ്? അത് ഇസ്ലാം പഠിപ്പിക്കുന്ന മഹനീയമായ അഫ്വ് എന്ന സ്വഭാവം, ഖുലുഖ് നമുക്കുണ്ടാവുക എന്നതാണ്. ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട 2 സ്വഭാവമാണ് വിട്ടുവീഴ്ചയും തഗാഫുലും. തഗാഫുൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മെ നോവിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ടെങ്കിലും അറിയാത്ത പോലെ, നമുക്ക് വേദനയുണ്ടെങ്കിലും വേദനിക്കാത്ത പോലെ അതിലേക്ക് കൊടുക്കേണ്ട ശ്രദ്ധയും സമയവും ചിന്തയും നമ്മൾ നമുക്ക് ഉപകാരപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് മാറ്റിവെക്കുക എന്നതാണ് തഗാഫുൽ എന്ന് പറയുന്നത്. വിട്ടുവീഴ്ചയും തഗാഫുലും അഫുവും തഗാഫുലും ഒരു വിശ്വാസി കൈമുതലാക്കിയാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിന്റെ തടവറയിൽ നിന്ന് രക്ഷപ്പെടും. നമുക്ക് നമ്മുടെ ചിന്തയെ, നമ്മുടെ കാഴ്ചയെ, നമ്മുടെ കേൾവിയെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ സമയത്തെ നമുക്ക് പടച്ചറബ് അനുവദിച്ച് നൽകിയ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാനും റബ്ബിലേക്കുള്ള ഒരുക്കം, സ്വന്തത്തെക്കുറിച്ചുള്ള ചിന്ത, എന്റെ കയ്യിൽ എന്തുണ്ട്, ഞാൻ എന്ത് പ്രവർത്തിക്കണം എന്ന ബോധത്തിലേക്ക് കാര്യങ്ങൾ മാറും. നിരവധി നിർവഹിക്കേണ്ടതായിട്ടുള്ള ചുമതലകളെ മറപ്പിച്ചു കളയുന്ന മാനസികമായ ഡിപ്രഷനുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഒരു കുട്ടിയുടെ ചെറുപ്പകാലം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. ചെറുപ്പകാലത്ത് അവന് വലിയ നാശങ്ങൾ സമ്മാനിക്കുന്ന ബുദ്ധിമുട്ടുകൾ പകർന്നു നൽകിയ അവന്റെ കുടുംബാംഗങ്ങളോട് ഭാവിയിൽ അവന് എന്തുണ്ടാകും? എന്നാൽ യാതൊരു തരത്തിലുള്ള വൈരാഗ്യവും വിദ്വേഷവും ഇല്ലാതെയാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഇക്കാക്കമാരെ സ്വീകരിച്ചത്. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കൊണ്ട് എന്താണ് പ്രവർത്തിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ? അന്ന് നിങ്ങൾ വിവരമില്ലാത്തവർ, ബോധമില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. നിങ്ങൾ എന്നോട് കൊച്ചുകാലത്ത്, കൊച്ചുപ്രായത്തിൽ വളരെ മോശപ്പെട്ട ഒരു ഇടപെടൽ നടത്തി എന്നതിൽ എനിക്ക് നിങ്ങളോട് ഈർഷ്യതയോ പകയോ വിദ്വേഷമോ ഇല്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. അവൻ അങ്ങേയറ്റം കരുണ ചൊരിയുന്നവരിൽ കരുണ ചൊരിയുന്നവനാണെന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയാം. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഒരു കുട്ടിയെ പൊട്ടക്കിണറ്റിലിട്ട് കൊല്ലാൻ ശ്രമിച്ച സഹോദരന്മാരോട് എത്ര ഈർഷ്യത വെക്കണം, എത്ര വൈരാഗ്യമുണ്ടാകണം. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു വൈരാഗ്യവുമില്ല എന്നാണ്. വിട്ടുവീഴ്ചയുടെ അങ്ങേ തലക്കലുള്ള പരിപൂർണമായ ഒരു സംഹാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ കാഴ്ചവെച്ചത്. തങ്ങളുടെ മുൻകഴിഞ്ഞുപോയ കാര്യത്തെ ഓർമ്മപ്പെടുത്തിയിട്ട് പോലും യൂസുഫ് നബിക്ക് അവരോട് വൈരാഗ്യമില്ല. അവർക്ക് മഗ്ഫിറത്തിനു വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, റഹ്മത്ത് തേടുകയാണ്. വഹാദാ നിഹായത്തുൽ ഇഹ്സാൻ, ഇത് പരസ്പരം പ്രവർത്തിക്കുന്ന സുഹൃതങ്ങളുടെ അങ്ങേ തലയാണ് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു മനുഷ്യന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ, മനസ്സിൽ നിന്ന് വിട്ടുകളയാൻ സാധിക്കുമോ, അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ ആദ്യം സേഫാകുന്നത് നാം എന്ന വ്യക്തിയാണ്. പിന്നീട് സേഫാകുന്നത് നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലില്ലാതെ, പ്രയാസങ്ങളില്ലാതെ നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുവാനും ഇണക്കത്തോടെ മുന്നോട്ടു പോകാനും സാധിക്കും. ഒന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ എത്രയോ ഇണകൾ ഇന്നും ഒരുമിച്ച് ജീവിക്കുമായിരുന്നു. മക്കൾക്ക് ഉപ്പമാർ എന്നത് ഒരു പരീക്ഷണമാകുമായിരുന്നില്ല. കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നവും ചിത്രതയും ഉണ്ടാകുമായിരുന്നില്ല. എത്ര വ്യക്തിബന്ധങ്ങളാണ് ഇതിന്റെ പേരിൽ തകർന്നത്, എത്ര കുടുംബങ്ങളാണ് കലങ്ങിയത്, എത്ര മഹല്ലുകളിലാണ് അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഉണ്ടാകുന്നത്. ആരാധനയുടെ കേന്ദ്രങ്ങൾ പോലും കലഹങ്ങളുടെയും വക്കാണങ്ങളുടെയും സംഘട്ടനങ്ങളുടെയും യുദ്ധക്കളങ്ങളായി മാറിയത് ഒരു നിമിഷത്തെ ക്ഷമയും വിട്ടുവീഴ്ചയും ഇല്ലാതായി പോകുന്നതിന്റെ കാരണത്താലാണ്. അതുകൊണ്ട് തന്നെ നാം അങ്ങേയറ്റത്തെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമാണിത്. നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ സംഭവിക്കപ്പെടുന്ന എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകട്ടെ, അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം. പലപ്പോഴും നമ്മൾ കാണുന്ന ചിത്രീകരണങ്ങൾ
പ്രതികാരം വീട്ടാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നായകൻ മുന്നിട്ട് വരുന്നു, തന്നെ എതിർക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് വേഗത്തിൽ സംഘട്ടന മനസ്സുണ്ടാവുകയാണ്. പലപ്പോഴും നമ്മുടെ മുന്നിൽ ചിത്രീകരിക്കപ്പെടുന്ന കാഴ്ചകളൊക്കെ പ്രതികാരം വീട്ടിക്കാണിച്ചുകൊണ്ടാണ്. സത്യത്തിൽ നമ്മൾ ആരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബത്ത് പറയാൻ ലം യകുൻ ഫാഹിഷൻ വല മുതഫഹിഷൻ വല സഖാബൻ ഫിൽ അസ്വാഖി വല യജ്ദി ബിസയ്യിഅതി സയ്യിഅ വലകി യഅഫു വയസ്ഫഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തെറി വിളിക്കുന്നവനായിരുന്നില്ല, അങ്ങനെ നീചമായ ഒരു സ്വഭാവമുള്ള വ്യക്തിയായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങാടിയിൽ കലവില ഉണ്ടാക്കുന്ന, കച്ചറയുണ്ടാക്കുന്ന, ബഹളമുണ്ടാക്കുന്ന, സംഘട്ടനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആളായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിന്മയെ തിന്മ കൊണ്ട് എതിരിടുന്ന ആളായിരുന്നില്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നയാളായിരുന്നു. പ്രവാചകൻ വിശാല മനസ്സുള്ള വ്യക്തിയായിരുന്നു. കുടുസമായ മനസ്സായിരുന്നില്ല നബിയുടേത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത് അലം നശ്റഹ് ലക സദ്റക്, അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കിയില്ലേ. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് എന്ത് പരീക്ഷണങ്ങൾ വന്നാലും ക്ഷമയോടെ നേരിടാനുള്ള മനസ്സ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായി. പടപ്പുകളിൽ നിന്ന് എന്ത് തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായാലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമയോടുകൂടെയാണ് അതിനെ നോക്കിക്കണ്ടത്. തന്നെ കല്ലെറിഞ്ഞോടിച്ചവർക്ക് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, അവർ വിവരമില്ലാത്തവരാ. നമ്മളോട് മോശമായി ആരെങ്കിലും പ്രതികരിക്കുന്നെങ്കിൽ അയാൾ ജീവിച്ച രീതി, അയാൾ അനുഭവിച്ച അനുഭവങ്ങൾ, അയാൾക്കുണ്ടായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ, അയാൾ വളർന്നു വന്ന സിറ്റുവേഷനുകളെല്ലാം അയാളുടെ സ്വഭാവത്തെ ബാധിക്കാം. അയാളുടെ സ്വഭാവത്തെ നന്നാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നന്നാവാനുള്ള പരിശ്രമങ്ങൾ നമുക്ക് നടത്താം. പക്ഷേ നന്നാക്കേണ്ടത് അയാളാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വികാരത്തെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാകലാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുടെ അടയാളം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങനെയാണ്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തെല്ലാമാണ് മക്കയിൽ പറഞ്ഞു പ്രചരിപ്പിച്ചത്. അവിടെ കയറി വരുന്ന അതിഥികളോട് അവർ പറഞ്ഞു പ്രചരിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുക്കാൻ മനസ്സ് കാണിച്ചവരോട് പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ദുരാരോപണങ്ങൾ കെട്ടിച്ചമച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ വിട്ടുവീഴ്ചയുടെ മനസ്സ് കാണിക്കുകയാണ്. 13 കൊല്ലം തന്നെ മക്കയിലിട്ട് പീഡിപ്പിച്ച തന്റെ അനുചരന്മാരെ കൊന്നൊടുക്കിയ ആളുകൾ, മദീനയിൽ സ്വസ്ഥമായി ജീവിക്കാൻ സമാധാനം കൊടുക്കാതെ മദീനയിലുള്ള ജൂതന്മാരുമായിട്ട് കരാറിലായിക്കൊണ്ട് അവരുമായി തന്ത്രം മെനഞ്ഞ മക്കയിലുള്ള ആളുകൾ, അവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന്റെ സമയത്ത് എന്താണ് ചെയ്തത്? വിശ്വാസികൾ ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണെന്ന് പറയുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഇന്ന് മൽഹമയല്ല, ഇന്ന് മനുഷ്യ മാംസം വെട്ടി നുറുക്കി രക്തപ്പുഴ ഒഴുക്കുന്ന ദിവസമല്ല. ഹാദാ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. ഇന്ന് പലരും സോഷ്യൽ മീഡിയകളിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമിന് അധികാരമുള്ളപ്പോൾ ഒരു സ്വഭാവവും അധികാരമില്ലാത്തപ്പോൾ മറ്റൊരു സ്വഭാവമാണെന്നും, ഇവർ ന്യൂനപക്ഷമാകുമ്പോൾ വേറെ സ്വഭാവവും ഭൂരിപക്ഷമാകുമ്പോൾ വേറെ സ്വഭാവമാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ആയത്തിനെയും ചരിത്രത്തെയും ദുർവ്യാഖ്യാനിക്കുന്ന ചില അച്ഛന്മാരും ചില നിർമ്മതവാദികളും ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുമൊക്കെ പലതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന് അധികാരം ലഭിച്ചപ്പോൾ പറഞ്ഞ വാക്കെന്താണ്? ഇദ്ഹബൂ ഫഅൻതുമുത്തുലഖാ. തന്നെ ഉപദ്രവിച്ചവരെ വിളിച്ചുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾക്കെല്ലാവർക്കും പോകാം, നിങ്ങൾ ഇന്ന് വിമോചിതരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നിച്ച് പ്രഖ്യാപിക്കുകയാണ്. അധികാരം കിട്ടുമ്പോൾ പ്രവാചകൻ വിട്ടുവീഴ്ച കാണിക്കുകയാണ്, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണ്. അബൂ സുഫിയാന്റെ വീട്ടിൽ, അതായത് ശത്രുവിന്റെ നേതാവിന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചവരുടെ ദേഹത്ത് തൊട്ടുപോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരം കിട്ടിയപ്പോൾ പ്രവാചകൻ കൂടുതൽ വിനയാന്വിതനാവുകയാണ് ചെയ്തത്, വിട്ടുവീഴ്ച കാണിക്കുകയാണ് ചെയ്തത്. ആ പ്രവാചകന്റെ മനസ്സ്, ആ പ്രവാചകന്റെ സ്വഭാവം, ആ പ്രവാചകന്റെ എളിമ, ആ ഹൃദയ വിശാലത നമുക്കുണ്ടായിരിക്കണം. ഒരു മുഅ്മിൻ ഖവിയാണ്, അവന്റെ ഈമാൻ കൊണ്ടും അവന്റെ എല്ലാം കൊണ്ടും അവൻ കരുത്തുള്ളവനാണ്. അതിനർത്ഥം മറ്റുള്ളവരെ അടിച്ചമർത്താനും മറ്റുള്ളവരോട് ക്ഷമയില്ലാത്ത, സഹനമില്ലാത്ത, ക്രൂര മനസ്സ് വെച്ച് പുലർത്തുന്നവനാണ് എന്നല്ല അതിന്റെ അർത്ഥം. തനിക്ക് നേരെ വാളോങ്ങിയവനോട് പ്രവാചകൻ തന്റെ കരുത്ത് കാണിച്ചത് എങ്ങനെയാണ്? വാള് തിരിച്ചു വാങ്ങിയിട്ട് നിന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതല്ല, മറിച്ച് എന്നിൽ നിന്ന് നിന്നെ ആര് സംരക്ഷിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് അയാളോട് നല്ല സ്വഭാവം കാണിച്ചിട്ട് അയാൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നെങ്കിൽ അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു തന്ന ഖുവ്വത്ത് എന്ന് പറയുന്നത്. അതല്ലാതെ
ആരടാ എന്ന് പറയുമ്പോഴേക്ക് ഞാനടാ എന്ന് പറഞ്ഞാൽ തന്നെ വാപ്പക്ക് വിളിച്ചവനെ തിരിച്ചു വാപ്പക്ക് വിളിച്ച്, തന്നെ തെറി വിളിക്കുന്നവനെ തിരിച്ച് തെറി വിളിച്ച്, തന്നെ വെട്ടിയവനെ തിരിച്ചു വെട്ടി, ഇങ്ങനെ ഒരു രീതി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന യഹൂദിയ്യ അത്തത് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശാത്തിൻ മസ്മൂമ ഫഅകല മിൻഹാ ഫജീഅ ബിഹാ ഫഖീല അലാ തഖ്തുലുഹാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ജൂത പെണ്ണ് സൽക്കരിച്ചു. അവർക്ക് മാംസത്തിൽ വിഷം കലർത്തിയിട്ട് റസൂലിനെ തീറ്റിപ്പിച്ചു. അവരെ നബിയുടെ മുന്നിൽ കൊണ്ടുവന്നപ്പോ ചോദിക്കപ്പെട്ട നബിയെ, ഈ സ്ത്രീയെ ഞങ്ങൾ കൊന്നുകളയട്ടെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലാ, കൊന്നുകളയരുത് എന്നാണ്. അതായത് പ്രവാചകന്റെ കൂടെയുള്ള സഹാബി അത് കഴിച്ചു മരിച്ചു. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവളെ കൊല്ലരുത് എന്ന് പറഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ, ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. തന്റെ കഴുത്തിലുണ്ടായിരുന്ന പരുഷമായ ഒരു മുണ്ട് അത് വലിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ മുറിവായിട്ട് പോലും അത് വലിച്ച അറാബിയോട് പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചുവെങ്കിൽ സഹോദരങ്ങൾ, ഇതായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അത് സമൂഹത്തിലുള്ള പെരുമാറ്റത്തിൽ, നമ്മുടെ കുടുംബത്തിലുള്ള ഇടപെടലിൽ ഉണ്ടായിരിക്കണം. ഒരു കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടക്ക്, മക്കൾക്കും രക്ഷിതാക്കൾക്കും ഇടക്കൊക്കെ ഉണ്ടാകും. അവിടേക്ക് സംയമനം പാലിക്കാൻ നമുക്ക് പറ്റിയാൽ സമാധാനമുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മാ ദറബ റസൂലുള്ളാഹ്, അള്ളാന്റെ പ്രവാചകൻ ഒരിക്കലും തല്ലിയിട്ടില്ല, ഷൈഅൻ ഖത്തു ബിയദിഹി വലംറഅത്തുൻ വലാ ഖാദിം, ഒരാളെയും റസൂലുള്ള തല്ലിയിട്ടില്ല. തന്റെ അടിമകളെയോ തന്റെ ഖാദിം ഖിദ്മത്ത് ചെയ്യുന്നവരെയോ തന്റെ ഇണകളെയോ ഒരാളെയും അള്ളാഹുവിന്റെ പ്രവാചകൻ തല്ലിയിട്ടില്ല എന്നാണ് പറയുന്നത്. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ് കം അഅഫു അനിൽ ഖാദിം, ഞങ്ങളുടെ സർവന്റുകൾ, തങ്ങളുടെ ജോലിക്കാരായ ആളുകൾ, അവരിൽ നിന്ന് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കും, അവർ ഒരുപാട് ജഹാലത്തുകൾ പ്രവർത്തിക്കും, ഞങ്ങൾ അവർക്ക് എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, കുല്ല യൗമിൻ 70 മറ, എല്ലാ ദിവസവും 70 തവണ, എല്ലാ ദിവസവും 70 തവണ നിങ്ങൾ എന്തോയിക്കോട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോളി, എല്ലാ ദിവസവും 70 തവണ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഖാദിമുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണമെന്ന് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ ഒരാള് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു ദിവസം 70 മിസ്റ്റേക്ക് സംഭവിക്കോ? ഇല്ലല്ലോ. അത്രത്തോളം നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ അതൊരു മോശമല്ലേ? ഒരിക്കലുമല്ല. മാ സാദല്ലാഹു അബ്ദൻ ബിഅഫുവിൻ ഇല്ലാ ഇസ്സ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നത് ഒരാൾക്ക് പദവി ഉയർത്തുകയല്ലാതെ, ഇസ്സത്ത് കിട്ടല്ലാതെ ഒരിക്കലും ഒരാൾക്ക് അതുകൊണ്ട് താഴ്ച ഉണ്ടാവുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. വഅൻ തഅഫു അഖറബു ലിത്തഖ്വ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ, അതാണ് തഖ്വയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന കാര്യം. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളുടെ ക്വാളിറ്റി പറഞ്ഞപ്പോ അവിടെ പറഞ്ഞു, വൽ കാദിമീനൽ ഗൈദ, അവർ കോപത്തെ പിടിച്ചടക്കുന്നവരാണ്, വൽ ആഫീന അലിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവനാണ്. ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് നിലപാടുകൾ നന്നാക്കിയാൽ അവന്റെ പ്രതിഫലം അള്ളാന്റെ അടുത്താണ്. അതുകൊണ്ട് കണക്കില്ലാത്ത പ്രതിഫലമാണ് ഒരാൾക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത്, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, അയൽവാസികളാകട്ടെ, നാട്ടുകാരാകട്ടെ, ആരുമാകട്ടെ, അവർക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് നമ്മൾ നിലപാട് നന്നാക്കിയാൽ കണക്കില്ലാത്ത പ്രതിഫലം അവർക്ക് അള്ളാഹു വാക്ക് നൽകിയിരിക്കണം. വല്യഅഫു വല്യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം, നിങ്ങൾ പുറത്തു കൊടുക്കണം. കാരണം അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരാനും വിട്ടുവീഴ്ച ചെയ്തു തരാനും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ കണിശരാവരുത്. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ സാധ്യമാകുന്ന മേഖലകളിലെല്ലാം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണമെന്നാണ്. ഇർഹമൂ തുർഹമൂ, നിങ്ങൾ കരുണ ചെയ്യൂ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. വഗ്ഫിറൂ യഗ്ഫിറുല്ലാഹു ലക്കും, നിങ്ങൾ പുറത്തു കൊടുക്കൂ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും എന്നാണ്. ഖുദിൽ അഫുവ, നിങ്ങൾ വിട്ടുവീഴ്ച സ്വീകരിക്കണം. വഅ്മുറു ബിൽ ഉർഫി, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും ചെയ്യണം. വഅരിൽ അനിൽ ജാഹിലീൻ, വിവരമില്ലാത്തവരിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്യണം എന്നാണ്. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം കാണാം. അദ്ദേഹത്തിന്റെ വൃദ്ധിയുടെ പക്കൽ നിന്ന് ചൂടുള്ള വെള്ളം അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ഒഴുകിയപ്പോ അദ്ദേഹത്തിന് വല്ലാത്ത ഈർഷ്യതയുണ്ടായി. ആ സമയത്ത് ആ ജാരിയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ യഖൂൽ, അല്ലാഹ് പറയുന്നുണ്ട് ഖുർആനിൽ, വൽ കാളിമീനൽ ഗൈള, കോപം പിടിച്ചടക്കണമെന്ന്. ഫഖാല ലഹ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖദ് കദംതു ഗൈളി, എന്റെ കോപത്തെ ഞാൻ പിടിച്ചടക്കുകയാണ്. ഖാലത്ത്, അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണമെന്ന് അല്ലാഹ് പറയുന്നുണ്ട്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖദ് അഫല്ലാഹു അൻകി, അല്ലാഹ്ക്ക് വേണ്ടി ഞാൻ നിനക്ക് വിട്ടുവീഴ്ച ചെയ്തു തരികയാണ്. ഖാലത്ത് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, അല്ലാഹു സുഹൃതങ്ങൾ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ
അദ്ദേഹം പറയാണ്, അലി ഇബ്നു ഹുസൈൻ, അദ്ദേഹം താബിഈയാണ്, അദ്ദേഹം പറയാണ്, ഫദ്ഹബി ഫഅൻതി ഹുറ, നീ പൊയ്ക്കോ, നീ സ്വതന്ത്രയാണ്. അപ്പൊ അടിമയെ അദ്ദേഹം സ്വതന്ത്രയാക്കി വിടാൻ. കാരണം ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹ് ഇഹ്സാൻ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് കൂടെ പറഞ്ഞപ്പോ, അപ്പൊ ആയത്ത് വെച്ച് സംസാരിച്ചപ്പോ ആ ആയത്ത് അപ്പാടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് സഹോദരന്മാരെ കാണുന്നത്. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സ്, അതായത് മനസ്സെന്ന് വിടാനുള്ളൊരു മനസ്സ് എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, അകാരണമായി ഒരാള്, അദ്ദേഹം നല്ല ശരിയായ നിലക്കാണ് വാഹനം പാർക്ക് ചെയ്തത്, പക്ഷേ ആളുകൾക്കിടയിൽ വെച്ചിട്ട് നേരെ വന്ന് അദ്ദേഹം ചീത്ത പറഞ്ഞ് കോളർക്ക് കുത്തിപ്പിടിച്ചിട്ട് ആളുകളുടെ ഇടയിൽ വെച്ച് അപമാനിച്ചപ്പോ എന്താ എനിക്ക് ചിരിക്കാനാണ് തോന്നിയത്, എനിക്ക് പുഞ്ചിരിക്കാനാണ് തോന്നിയത്. മാന്യമായിട്ട് ഞാൻ അവിടെ സംസാരിച്ചു, ഞാൻ പുഞ്ചിരിച്ച് സംസാരിച്ചു. അപ്പോൾ ആളുകളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു, അയാൾ മാന്യമായിട്ടല്ലേ പാർക്ക് ചെയ്ത്, എന്തിനാണ് താങ്കൾ അദ്ദേഹത്തിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ആളുകൾ മുഴുവൻ അയാൾക്കെതിരെ തിരിയുന്നൊരു അവസരം ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഇയാളെ എതിരിടാനും തള്ളിമറിച്ചിടാനും കഴിവുള്ള ഒരു യൂത്ത് ഏജിലുള്ള ഒരാളാണ് ഇയാൾ. ഇത് വല്ലാത്തൊരു ക്വാളിറ്റിയാണ് സഹോദരന്മാരെ. ചുറ്റുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പ്രതികരിച്ചു കൊള്ളണമെന്നില്ല. നമ്മളെ ഈർഷ്യതപ്പെടുത്തി, നമ്മളെ വിഷമിപ്പിക്കുന്ന, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മുടെ ബന്ധങ്ങൾ തകർക്കുന്ന, പരസ്പരം കലഹങ്ങൾ ഉണ്ടാക്കുന്ന നിലക്കുള്ള സംസാരങ്ങളും ഇടപെടലുകളും പെരുമാറ്റങ്ങളും നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തുന്ന നിലക്ക് നമ്മുടെ മതത്തെ വെച്ചിട്ടോ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെ വെച്ചിട്ടോ നമ്മുടെ പല വിഷയങ്ങളെ വെച്ചിട്ടോ നമ്മളെ വ്രണപ്പെടുത്താൻ ആളുകൾ ശ്രമിക്കുമ്പോൾ അവിടെയൊക്കെ സംയമനം പാലിക്കാനുള്ള കരുത്ത്, അതാണ് ഏറ്റവും വലിയ കരുത്ത്. ലൈസ ശദീദു ബിസുർഅ വലകിന്ന ശദീദല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. നിനക്ക് കോപമുണ്ടാകുമ്പോൾ, നിനക്ക് ഇമോഷണലായിട്ട് നിനക്ക് അതിപ്രസരങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്റെ വികാരത്തെ നിനക്ക് പിടിച്ചു നിർത്താനുള്ള ഒരു കരുത്തുണ്ടോ, അതാണ് ഏറ്റവും വലിയ കരുത്ത്. മൻ കല്ലമ ഗൈലൻ വഹുവ ഖാദിറുൻ അല യുൻഫിദഹു ദഅാഹു അല്ലാഹു അല റൂസിൽ ഖലായിക് ഹത്താ യുഹയ്യിറുഹു ഫി അയ്യിൽ ഹൂരിഷ. ഒരാൾക്ക് തന്റെ ദേഷ്യത്തെ പൂർത്തീകരിക്കാൻ, അതായത് ആരോടാണ് ദേഷ്യം തോന്നിയത് അവനെ ആ ദേഷ്യം തീർത്ത് നശിപ്പിക്കാനുള്ള കരുത്തുണ്ടായിരിക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത പടച്ചോൻ പരലോകത്ത് അവനെ തെരഞ്ഞെടുത്തിട്ട് അവനോട് പറയും, ഇഷ്ടമുള്ള ഹൂറുൽ ഐങ്ങളെ നീ തെരഞ്ഞെടുത്തോ, നിനക്കിഷ്ടമുള്ള ഹൂറുൽ ഐങ്ങളെ നീ തെരഞ്ഞെടുത്തോ എന്നവനോട് പറയുന്ന. അപ്പൊ കഴിവുള്ളപ്പോൾ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു വിഷയമാണ്. അപ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകും, നമുക്ക് സന്തോഷം ഉണ്ടാവും, നമുക്ക് സംതൃപ്തി ഉണ്ടാവും. ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ, ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, കുറ്റബോധത്തിന്റെ അവസ്ഥ ഉണ്ടാവില്ല, അതിന്റെ പേരിൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാവില്ല. അതോടൊപ്പം തന്നെ നമുക്ക് പരസ്പരമുള്ള ഇണക്കവും സ്നേഹവും ഒക്കെ അധികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് കുടുംബമായി സമൂഹമായി നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഒരു മനസ്സാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് ഒരേ ആശയവും ഒരേ ആദർശവും നെഞ്ചേറ്റുന്ന തൗഹീദിന്റെ വക്താക്കളായ നമുക്കിടയിൽ എത്രത്തോളം വിട്ടുവീഴ്ചയും ഐക്യവും സാഹോദര്യവും സാധിക്കുമോ അത്രത്തോളം നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പണിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുണ്യമാണെന്ന് കഴിഞ്ഞൊരു ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കഠിനമായൊരു ഉഷ്ണമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഉഷ്ണം നേരിടുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും പടച്ചറബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാനുള്ള ഒരു നിമിത്തമാക്കി നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. കഠിനമായ ചൂടുണ്ടാകുമ്പോൾ സലഫുകൾ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സംഹരീരി ജഹന്നം, അല്ലാഹുവേ നരകത്തിന്റെ തീക്കാറ്റിൽ നിന്ന്, അതിന്റെ കൊടും ചൂടിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ രക്ഷ തേടാനുള്ള ഒരു ശ്രദ്ധയുണ്ടാകണം. അതോടൊപ്പം എത്രയോ ദൂരെ കിടക്കുന്ന സൂര്യൻ ഇത്ര ഉഷ്ണമുണ്ടെങ്കിൽ നമ്മുടെ പരലോകത്ത് ഒരു നൃത്തം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ നൃത്തത്തിൽ നമുക്ക് തണൽ ലഭിക്കാൻ വല്ലതും നമ്മൾ ചെയ്യുന്നുണ്ടോ? അല്പം കരണ്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത അകറ്റാൻ നമ്മൾ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത്യാവശ്യം എല്ലായിടത്തും AC ഉപയോഗപ്പെടുത്തി വൈദ്യുതി ദൗർലഭ്യം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലും കൂടെയാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലെ ചൂടിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന നമ്മൾ, പരിശ്രമിക്കുന്ന നമ്മൾ, ഇതിനേക്കാൾ കഠിനമായ ചൂടുള്ള നരകത്തെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് നമ്മൾ രക്ഷ തേടുക, അതോടൊപ്പം ഇബാദത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഉഷ്ണമുള്ള സമയത്ത്
വ്രതമനുഷ്ഠിക്കുന്നതിന് പ്രത്യേക ഫദ്ല് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ ചിട്ടപ്പെടുത്തുന്നതിൽ യാതൊരു അമാന്തവും കാണിക്കരുത് എന്നുള്ളതാണ്. അതുപോലെ വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും, ദാഹിച്ചവശരാകുന്ന ജന്തുജാലങ്ങൾ, അവർക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. നമ്മുടെ അയൽപ്പക്കത്തെ കിണർ വറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിണറ്റിൽ നിന്ന് വെള്ളം കൊടുക്കുക. കഴിഞ്ഞൊരു വേനൽ വെക്കേഷനിൽ ഇങ്ങനെ ഒരു സംസാരം നടത്തിയപ്പോൾ ഈ സദസ്സിലുള്ള ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, വെള്ളം ആവശ്യമുള്ളവരുടെ ഒരു കണക്ക് വീട് വിവരങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ കിണറ്റിൽ നിന്ന് വെള്ളം എത്തിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് വളരെ താല്പര്യത്തോടുകൂടി ഒരു സഹോദരൻ പറയുകയുണ്ടായി. നമുക്കെല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണത്. ജീവിതത്തിൽ വ്യഭിചാരം സംഭവിച്ചു, വൻ കുറ്റമാണ് വ്യഭിചാരം. അതിൽപ്പെട്ട ഒരു പാപിയായ മനുഷ്യനെ അള്ളാഹ് പുറത്തുകൊടുത്ത് സ്വർഗത്തിലെത്തിച്ചത് ഒരു ദാഹിച്ചവശനായ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിലാണ്. ഒരു മിണ്ടാപ്രാണിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ വൻ പാപം പുറത്ത് അള്ളാഹു സ്വർഗം കൊടുത്തുവെങ്കിൽ മനുഷ്യരായ ആളുകൾക്ക് ആവശ്യത്തിനുള്ള വെള്ളത്തിൽ പ്രയാസവും കുറവും നേരിടുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ അവിടെ അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. അത് സ്വതക്കയാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ ചൂടിനെ പഴിക്കാതിരിക്കുക. എന്തോ ഒരു ചൂട്, ആളുകൾ മഴ പെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. മഴ പെയ്താലോ അല്ലേ, ചീഞ്ഞ മഴ, ദുഷിച്ച മഴ, ഒരു ബൈക്ക് ഇറങ്ങാൻ സമ്മതിക്കൂല. ആരോടായി പറയണേ? ചൂടത്തൊന്ന് മഴ പെയ്തെങ്കിലെന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ് മഴ പെയ്യുമ്പോൾ ഈ വർത്താനം പറയുന്നത്. കനത്ത മഴ പെയ്യുമ്പോൾ മഴയൊന്ന് നിന്ന് അന്തരീക്ഷം ഒന്ന് ചൂടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുമ്പോൾ അന്തരീക്ഷം ചൂടായി മഴയൊക്കെ നിൽക്കുമ്പോൾ പിന്നെ മഴയെക്കുറിച്ച്, മഴ കിട്ടാനുള്ളൊരു ആഗ്രഹം, ചൂടിനെക്കുറിച്ചുള്ളൊരു പരിതാപം. ലാ തസബ്ബുദ്ദഹർ ഫഇന്നമാ അനദ്ദഹർ. നിങ്ങൾ ഒരിക്കലും കാലത്തെ ശപിക്കരുത്. ഉഷ്ണത്തെ ശപിച്ചാൽ അത് അള്ളാനെ ശപിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, എന്റെ ദാസൻ എന്നെ ചീത്ത വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്ന, അള്ളാനെ ശപിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയരുത്. ഒരിക്കലും ഈ ഒരു അന്തരീക്ഷത്തെ നമ്മൾ കുറ്റം പറയരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന് ഈ സമയത്ത് നിയമപാലകർ നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ വിഷയത്തിലൊക്കെ. കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരൻ ജോലി ചെയ്യുന്നതിനിടക്ക് തളർന്നു വീണു. നോമ്പുകാരനും കൂടെ ആയിരുന്നു. പക്ഷെ ഈ ചൂടത്ത് ജോലി ചെയ്യുന്നതിനിടക്ക് വീടിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണു. അള്ളാഹു അദ്ദേഹത്തിന് ശിഫാവൻ ആജിൽ പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ ഈ ഒരു ചൂടുകാലത്ത് ജോലിയും മറ്റൊക്കെ ചെയ്യുന്ന ആളുകൾ മതിയായ വെള്ളം കുടിക്കുകയും ഇടയ്ക്കിടയ്ക്ക് വിശ്രമം കൊള്ളുകയും നല്ല ചൂടിന് പറ്റിയ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതോടൊപ്പം ആത്മാർത്ഥമായി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഈ ഒരു അന്തരീക്ഷം അനുകൂലമായി കിട്ടാൻ, ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഇന്നും ഒക്കെ ഒരു മഴക്കുള്ള ഒരു കോള് കാണുന്നുണ്ടെങ്കിലും മഴ പെയ്യുന്നില്ല. കൂടുതൽ ഇസ്തിഗ്ഫാറും തൗബയും നമ്മൾ വർദ്ധിപ്പിക്കണം. കാരണം നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് നമുക്കറിയാം. നമ്മുടെ നിസ്കാരത്തിന്റെ, നമ്മുടെ ഇബാദത്തിന്റെ, നമ്മുടെ സാമ്പത്തികത്തിന്റെ, നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിന്റെ അവസ്ഥ നമുക്കറിയാം. ഈ അവസ്ഥയേക്കാൾ പരിതാപകരമാണ് നമുക്ക് ചുറ്റുമുള്ളവരുടെ അവസ്ഥ. നമ്മുടെ അവസ്ഥ എത്ര മോശമാണോ അതിനേക്കാൾ പരിതാപകരമാണ് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളുടെ അവസ്ഥ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത്, അവനാണ് ഈ ചൂടിൽ വെള്ളത്തെ ആകാശത്തേക്ക് ബാഷ്പീകരിച്ച് എടുക്കുന്നത്. അവന്റെ കയ്യിൽ സ്റ്റോക്കാണ്. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ എല്ലാറ്റിന്റെയും ഖസാന അല്ലാഹുവാണ്, അല്ലാഹുവിന്റെ അടുക്കലാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അൽ ഗനിയ്യാണ്, എല്ലാറ്റിനും ധന്യനാണ്. അള്ളാഹ്ക്ക് ഒരിക്കലും കുറവുകൾ സംഭവിക്കില്ല. അള്ളാഹ് വിചാരിച്ചാൽ മതിയായ വെള്ളവും നല്ല അന്തരീക്ഷവും ഒക്കെ ലഭിക്കും. അതുകൊണ്ട് നമ്മളെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസം ഞങ്ങൾക്ക് നീ ദൂരീകരിച്ച് നൽകണമേ നാഥ. ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ പിടികൂടല്ല റബ്ബേ. മതിയായ തരത്തിൽ ജന്തുക്കൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും ആവശ്യമായ നിലക്ക് ഞങ്ങൾക്ക് നീ മഴയിറക്കി തരണമേ റബ്ബേ. പെയ്യുന്ന മഴയെ ഞങ്ങൾക്ക് ഉപകാരപ്രദമായ അന്തരീക്ഷം തണുപ്പിക്കാനും ഭൂഗർഭത്തിൽ ആ വെള്ളത്തെ സംഭരിച്ചു നിർത്താനുമുള്ള ഒരു അവസ്ഥ നീ ഉണ്ടാക്കി നൽകണേ റഹ്മാനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. എല്ലാവിധ ഖൈറും ബർക്കത്തും റഹ്മത്തും അല്ലാഹു നമ്മിൽ വർഷിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യത്തെയും ഏറ്റവും ഭംഗിയും മനോഹരവും കൺകുളിർമയുള്ളതുമാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളെയും അല്ലാഹു ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. മാനസികമായ
വ്യഥ അനുഭവിക്കുന്ന വിഷയങ്ങളെല്ലാം അള്ളാഹു ദൂരീകരിച്ച് നൽകട്ടെ. ഭാര്യഭർത്തൃ ബന്ധങ്ങൾക്കിടയിൽ അള്ളാഹു ഊഷ്മളതയും മനോഹാരിതയും മവദ്ദത്തും റഹ്മത്തും ഏറ്റി നൽകുമാറാവട്ടെ. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ അള്ളാഹു വിശ്വാസ്യതയും സ്നേഹവും പരസ്പരമുള്ള ഇണക്കവും സാഹോദര്യവും പരസ്പരമുള്ള ആ ഒരു ബഹുമാനവും നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അള്ളാഹു സമാധാനവും സന്തോഷവും നിലനിർത്തുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ഛിദ്രതയും കലാപവും വിതയ്ക്കാൻ ശ്രമിക്കുന്നവരെ അള്ളാഹു അധികാരത്തിൽ നിന്ന് പടിയിറക്കുമാറാവട്ടെ. മനുഷ്യസ്നേഹികൾക്ക് അള്ളാഹു രാജ്യത്തിന്റെ അധികാരം തിരിച്ചു നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. ഒരുപാട് മാരക രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീമമായ സാമ്പത്തിക ചിലവ് ആവശ്യമുള്ള രോഗങ്ങളുടെ പിടിയിലാണ് ആളുകൾ അധികവും. അല്ലാഹു നമ്മെ എല്ലാവരെയും മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു രക്ഷയും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബോധമില്ലാതെ കിടക്കുന്ന വേദനകൾ കടിച്ചമർത്തി നിൽക്കുന്ന ആളുകൾ അല്ലാഹു അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ധാരാളമായി പുണ്യങ്ങൾ നൽകുകയും അവർ അനുഭവിക്കുന്ന വിഷമത്തിന് പകരമായി അല്ലാഹു അവർക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.